ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു റെസ്റ്റോറൻറ്റിനെ പറ്റിയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അക്കായെ ഹജ്ജിന് യാത്രയാക്കാൻ പോയ കഥയൊക്കെ ഞാനന്ന് തമിഴ്നാട്ടിലെ കല്യാണത്തിൻ്റെ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ യാത്രയാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ രാത്രിയായി. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഏറ്റുമാനൂർ കോട്ടയം വഴിയാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അടൂരോട്ട്. അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും ഫുഡ് കഴിക്കണം എന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഓരോ ഹോട്ടലുകൾ നോക്കി നോക്കി വരിക. അപ്പോഴാണ് കോട്ടയം റോഡ് ആകാറായല്ലോ എന്ന് പറഞ്ഞപ്പോഴേ ഈ ഹോട്ടലിനെ പറ്റി, അതായത് ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന ഹോട്ടൽ, അത് കോട്ടയത്താണ്. അതിൻ്റെ പേര് സുമീസ് കിച്ചൺ എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ അക്കാടെ മോളും പിള്ളേരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഇന്നടുത്ത് ഇങ്ങനെ ഒരു ഹോട്ടലുണ്ട്, ഇന്നയുടെ പേരാ അതിന്, ഇന്നയെ പോലെ ഇരിക്കുന്നത്. ഇന്ന എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും എന്നെ ഇന്ന എന്നാണ് വിളിക്കുന്നത്. ഇന്നയെ പോലെ ഇരിക്കുന്നത്. ഞങ്ങളവിടെ 2 പ്രാവശ്യം കയറിയിട്ടുണ്ട്, നമുക്ക് അവിടെ കയറണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കറക്റ്റ് ആണോ അത് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ഈ ബോർഡ് കണ്ടു. പിന്നെ ബോർഡ് കണ്ടിട്ട് ഞങ്ങൾ ഒരു ഭയങ്കര സർപ്രൈസ് പോലെ ആയിപ്പോയി. അങ്ങനെ അവിടെ നിർത്തിയപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബോർഡ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും അതിനെപ്പറ്റി എല്ലാവരും ഈ സംസാരിക്കുക, അയ്യോ അതേപോലെ ഇരിക്കുന്നു, അങ്ങനെ പേരും അങ്ങനെ തന്നെ. അപ്പം ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പുള്ളിക്കാരി അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാം എന്ന്. പക്ഷേ അപ്പം നേരത്തെ പോയവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ആ ഓണറിനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോയ ദിവസം പുള്ളിക്കാരി ഇല്ല. പക്ഷെ ഞങ്ങൾ എന്നിട്ട് കയറി, പിന്നെ മേളിലത്തെ നിലയിലാണ് ഞങ്ങളിരുന്നത്. അപ്പോൾ മേളിൽ ആരും ഇല്ലായിരുന്നു. ഞങ്ങളൊരു 10-14 പേരുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഡ്രൈവറെ ഉൾപ്പെടെ നമുക്ക് മേളിൽ അവർ സെറ്റ് ചെയ്ത് തന്നു. കണ്ടോ ഫോട്ടോ. എനിക്കത് കാണുമ്പോൾ, ഈ ഫോട്ടോ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കാണുമ്പം തന്നെയും ഭയങ്കര സർപ്രൈസായിട്ട് അങ്ങ് തോന്നുന്ന പോലെ. അപ്പം ഒരാളെപ്പോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നത്. പേരും അങ്ങനെ തന്നെ, രൂപവും ഏകദേശം അതേപോലെ തന്നെ. പിന്നെ ഏജൊന്നും എനിക്കറിയത്തില്ല. നമ്മളവരുടെ മാനേജർ ഒരു ലേഡിയായിരുന്നു, അവിടെ ലേഡീസായിരുന്നു കൂടുതലും ഉള്ളത് വർക്ക് ചെയ്യാൻ. അവരായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി അന്ന് അവിടെ ഇല്ലെന്ന് പറഞ്ഞു. അവിടുത്തെ എല്ലാ ആംബിയൻസൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ പക്ഷെ നമുക്ക് കുറേ വെയിറ്റ് ചെയ്യേണ്ട വന്നു ഫുഡിന് വേണ്ടി. പിന്നെ നമ്മൾ കുറേ പേരും ഉണ്ടല്ലോ, കഴിച്ചൊക്കെ ഇറങ്ങാൻ ഞങ്ങളൊരു 2 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട വന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഞങ്ങൾ ഡ്രാഗൺ ചിക്കന്, പിന്നെ ഫിഷ് പൊള്ളിച്ചത്, മാഞ്ചോ സൂപ്പ്, പിന്നെന്തായിരുന്നു, പാലപ്പം. അവർ ചൂടോടെ പാലപ്പം ഒരു 8-6 ഒക്കെ വെച്ച് ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചുട്ടു ഇങ്ങനെ കൊണ്ടു തരുമായിരുന്നു. സൂപ്പും എല്ലാവരും സൂപ്പൊക്കെ കുടിച്ചില്ല. യാത്രയൊക്കെ ചെയ്ത് തലേന്നേ ഞങ്ങൾ പോയതായിരുന്നു. ആ ക്ഷീണമൊക്കെ മാറി എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും കഴിച്ചു. പിന്നെ എല്ലാവർക്കും നല്ല ഇരിക്കാനുള്ള നല്ല സ്പേസും പിള്ളേർക്കൊന്നും ഓടിക്കളിക്കാനൊക്കെ സ്ഥലവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ മുതൽ ആൾക്കാർ മേളിലോട്ട് ശരിക്കും ആൾക്കാരൊക്കെ കയറാൻ തുടങ്ങി. പിന്നെ എല്ലാവരും ടയേർഡായിരുന്നു, എല്ലാവരും ഉറങ്ങിയും തൂങ്ങിയൊക്കെയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ അങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ അണ്ണനെ എപ്പോഴും ഒന്നും എല്ലാവർക്കും ഒന്നിച്ച് കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്ന് പിള്ളേരുടെ വെക്കേഷനൊക്കെ അല്ലയോ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് അറിഞ്ഞതേ ഇല്ല. കാരണം എല്ലാവരും ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നെ ഫുഡിനെ പറ്റി പറയുകയും അങ്ങനെയൊക്കെ ഒരു ഫാമിലി ടൈമും കൂടെ ആയി. അത് ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഫാമിലി ടൈമും കൂടെ ആക്കിയെടുത്ത് ഞങ്ങൾ. പിന്നെ മേളിൽ നിന്നുകൊണ്ട് താഴോട്ട് വ്യൂ കാണുമോ, പിന്നെ ഏത് പൊസിഷനിൽ നിന്ന് എടുത്താൽ കൊള്ളാം, ആംഗിൾ എങ്ങനെ കൊള്ളാം. അവരുടെ മെനു കാർഡ് അടിപൊളിയാണ്. അവരുടെ ആ മേഡത്തിൻ്റെ പിക്ചറാണ് അവിടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അത് അമ്നു എടുത്ത് അതിങ്ങനെ നോക്കുമ്പോഴെല്ലാം നമ്മൾ ഓരോന്നും ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നും. അവരുടെ ഓരോ കാര്യങ്ങളും അവർ ചെയ്തേക്കുന്നത് നമുക്ക് കൗതുകം തോന്നുന്ന രീതിയിലാണ് അവരെല്ലാ കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ നോക്കി മെനു കാർഡെല്ലാം വായിച്ച് നോക്കി അങ്ങനെ. പിന്നെ ഞാനാണെങ്കിൽ അവരുടെ അതെടുത്ത് മെനു കാർഡ് വെച്ച് ഞാനൊരു ഫോട്ടോ എടുത്തായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ. എനിക്ക് തന്നെ അത് കാണുന്തോറും ഭയങ്കരമായിട്ട് അങ്ങ് അതിശയം തോന്നുമോ. ഭയങ്കര ഇപ്പം തന്നെ നിങ്ങളോട് പറയുമ്പോഴേ എനിക്കങ്ങ് എന്തോ ഭയങ്കര ഒരു സന്തോഷമാണോ എന്താണെന്നറിയത്തില്ല. അങ്ങനെ ഭയങ്കര രസമായിരുന്നു.
ഈ വീഡിയോ ഇടാൻ തന്നെ താമസിച്ചു. ഇപ്പം തന്നെ 40 ദിവസത്തോളം ആവുന്നു. അക്ക തിരിച്ച് വരാൻ 14-ാം തീയതി തിരിച്ച് വരും. തിരിച്ച് വരാൻ സമയമായിട്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ഇടുന്നത് തന്നെ. കാരണം ഇടയ്ക്ക് പിന്നെ കുറേ കല്യാണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിരുന്നല്ലോ. അങ്ങനെ കുറേ തിരക്കുകളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ നീല ഷോളായിരുന്നു ഇട്ടുകൊണ്ട് പോയത്. അപ്പോൾ റെഡ് ഷോള് തലേന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം ആ പുള്ളിക്കാരി റെഡ് ഷോളും വൈറ്റ് ഡ്രസ്സുമാണ്. എനിക്ക് വൈറ്റ് ഡ്രസ്സും ബ്ലൂ ഷോളുമായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം റെഡ് ഷോളിട്ട് ഒരു പിക്ക് എടുത്തു, അതേപോലെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ നല്ലൊരു യാത്രയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും ഒന്നും ഇത്രയും എല്ലാവരെയും കൂടെ ഒന്നിച്ച് കിട്ടത്തില്ല. ആരെങ്കിലും ഒരാളൊക്കെ എവിടെയെങ്കിലുമൊക്കെ മിസ്സായി പോവും. പിന്നെ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. പുള്ളിക്കാരി നല്ല എൻജോയ് ചെയ്യുന്ന കൂട്ടത്തില്ല. പിന്നെ പുള്ളിക്കാരുടെ കുട്ടികൾ കൂടി ഇല്ലാത്തത് കൊണ്ടുള്ളൊരു ടെൻഷൻ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ കണ്ടോ, ഞങ്ങളെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന ഓരോ ഫുഡിനെ പറ്റി ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അതിനനുസരിച്ച് ഓർഡർ ചെയ്യുക. പിള്ളേർക്കൊക്കെ ഓരോ ഇഷ്ടങ്ങളാണ്. ഞങ്ങളുടെ വ്ളോഗൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എൻ്റെ സബ്സ്ക്രൈബർമാർക്കൊക്കെ എല്ലാവർക്കും സുഖമാണോ? ഞാനിനി 1K അടിക്കാൻ ഒരു 300 വേണ്ട. എല്ലാവരും ഒന്നും കൂടി സപ്പോർട്ട് ചെയ്താൽ എനിക്ക് 1K എത്രയും പെട്ടെന്ന് എനിക്ക് ആകാൻ പറ്റും. പിന്നെ എൻ്റെ വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ ഫിഷ് പൊള്ളിച്ചതാണത്. എന്തോ ചെമ്പല്ലി എന്ന് പറഞ്ഞൊരു മീനായിരുന്നു. അടിപൊളിയായിരുന്നു. പക്ഷെ കഴിച്ചു തീർക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഭയങ്കര വലിപ്പമായിരുന്നു. പിള്ളേർക്കൊക്കെ ചിക്കൻ മതിയല്ലോ, അവരൊക്കെ ചിക്കൻ്റെ പുറകിലാണ് പോയത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ ഹാപ്പി ആയിട്ട് പോയി. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.